ബോണക്കാട് മലകൾക്ക് മുകളിൽ തേയിലത്തോട്ടങ്ങൾക്കരികിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തകർന്നു കിടക്കുന്ന ഒരു ബംഗ്ലാവ് നിലകൊള്ളുന്നു. 25 GB എന്നാണ് ഈ ബംഗ്ലാവിൻ്റെ പേര്. ഈ ബംഗ്ലാവ് ഇപ്പോൾ 25 GB ഗോസ്റ്റ് ബംഗ്ലാവ് എന്ന പേരിൽ പ്രശസ്തമാണ്. വിജനമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ മറ്റേത് സ്ഥലവുമെന്ന പോലെ ബോണക്കാട്ടെ ഈ ബംഗ്ലാവിനെക്കുറിച്ചും ഭീതി ഉണർത്തുന്ന പല കഥകളും പ്രചരിക്കുന്നുണ്ട്. ഒരു ബ്രിട്ടീഷ് ഭൂവുടമയും ഭാര്യയും ഒരിക്കലീ 25 GB ബംഗ്ലാവ് സ്വന്തമാക്കിയിരുന്നുവെന്നും അവരുടെ 13 വയസ്സുള്ള മകൾ ഇവിടെ വച്ച് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടുവെന്നും അതുകാരണം ദുഃഖിതരായ മാതാപിതാക്കൾ ബംഗ്ലാവ് ഉപേക്ഷിച്ചു പോവുകയും ഒടുവിലവർ ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോകുകയും ചെയ്തുവത്രേ. എന്നാൽ കൗമാരക്കാരിയായ ആ പെൺകുട്ടിയുടെ ആത്മാവ് അവളുടെ ചെറുപ്പകാലം അവസാനിച്ച ഇടത്തു നിന്ന് മുന്നോട്ടു പോകാൻ കഴിയാതെ ഇവിടെ അലഞ്ഞു നടക്കുന്നുവെന്നും ഒരു നിഴൽ സാന്നിധ്യം പലപ്പോഴും ബംഗ്ലാവിൽ ചുറ്റിത്തിരിയുന്നതായി പലരും കണ്ടുവെന്നും പറയപ്പെടുന്നു. അത് ആ പെൺകുട്ടിയുടെ രൂപം ആണത്രേ. ഒരു ചെറിയ പെൺകുട്ടി ബ്രിട്ടീഷ് ഉച്ചാരണത്തോടെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതും അവളുടെ നിലവിളികളും ചിരിയുമൊക്കെ രാത്രികളിൽ ഇവിടെ നിന്നും കേൾക്കാമെന്നും ചിലർ അവകാശപ്പെടുന്നു. ഇതാണ് ആ കഥ. എന്നാൽ ഈ കഥയെ ബലപ്പെടുത്തുന്ന മറ്റൊരു കഥ കൂടി പ്രചരിക്കുന്നുണ്ട്. അതായത് ബോണക്കാട് മലയടിവാരത്തു നിന്നും വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ ഒരു പെൺകുട്ടി ഈ ബംഗ്ലാവിലേക്ക് പോയെന്നും പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാത്ത അവൾ തിരികെ വന്നപ്പോൾ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുകയും വായിക്കുകയും എഴുതുകയും ചെയ്തുവെന്നും ആ പെൺകുട്ടി വൈകാതെ തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നാണ് ആ കഥ. ഈയൊരു കഥയും കൂടി വന്നതോടെ ഈ ബംഗ്ലാവ് ഗോസ്റ്റ് ബംഗ്ലാവ് എന്ന പേരിൽ പ്രസിദ്ധമായി. എല്ലാറ്റിനും സാക്ഷിയായി ബംഗ്ലാവിന് മുന്നിലായി ആ പഴയ പൈൻ മരം ഇപ്പോഴും നിലകൊള്ളുന്നു. ഗേറ്റിനടുത്ത് ചുവരിലെ ഫലകത്തിൽ നിന്നും 1951 ഈ ബംഗ്ലാവ് പണികഴിപ്പിച്ചതെന്ന് മനസ്സിലാക്കാം. ഇവിടെ നിന്നുമുള്ള മലനിരകളുടെയും താഴ്വരകളുടെയും കാഴ്ചകൾ അത്രയും ഹൃദ്യമാണ്. ഇപ്പോൾ ഈ ബംഗ്ലാവ് തകർന്നു കിടക്കുന്ന നിലയിലാണെങ്കിലും ആധുനിക രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വിശാലമായ 4 മുറികൾ, ബാത്ത് ടബടക്കം സൗകര്യമുള്ള കുളിമുറികൾ, മൊസൈക്ക് പാകിയ തറ, എല്ലാ കിടപ്പുമുറികളിലും തീ കായാനുള്ള നെരിപ്പോട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. അതിൻ്റെ അടയാളങ്ങൾ അവിടെ എല്ലായിടത്തും കാണാൻ കഴിയും. അവരുടെ സ്വൈര്യവിഹാരത്തിനായി അവർ തന്നെ മെനഞ്ഞെടുത്ത കഥകളാവണം നേരത്തെ പറഞ്ഞവയെല്ലാം. ഇതൊക്കെ കഥകൾ ആണെന്ന് അറിയാമെങ്കിലും വൈകുന്നേരത്തെ നിശബ്ദതയിൽ ആ തണുപ്പിൽ അവിടെ ഒറ്റയ്ക്ക് നിന്നപ്പോൾ വല്ലാതെ ഒരു ഭയം എനിക്കും തോന്നി എന്നതാണ് സത്യം. ബോണക്കാട്ടെ കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്നും അനുവാദം വാങ്ങി തീർച്ചയായും ഈ സ്ഥലം സന്ദർശിക്കാൻ നിങ്ങളും ശ്രമിക്കുക.